നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയവിയലാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 സവാള, 5 മുട്ട, 1 ബൗൾ തേങ്ങ, 2 മുരിങ്ങക്ക. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം വച്ച് അതിനകത്തേക്ക് 5 മുട്ടയും ഇട്ട് അത് വേവാനായിട്ട് ആവശ്യമായ ഉപ്പും ചേർക്കാം. ഇനി അത് നമുക്ക് അടുപ്പിലേക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് മുരിങ്ങക്കായും സവാളയും ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മുരിങ്ങക്കായും സവാളയും അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വയ്ക്കാം. അടുപ്പിൽ ചട്ടി വയ്ക്കുമ്പോൾ ചട്ടി ചൂടായതിന് ശേഷം മാത്രം എണ്ണ വീഴ്ത്താൻ ശ്രമിക്കുക. നമ്മുടെ ചട്ടി ചൂടായി അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. അത് നല്ല രീതിക്കൊന്ന് പൊട്ടി കിട്ടണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 3 വറ്റൽമുളകും ചേർക്കാം. അതിനുശേഷം നമുക്ക് സവാള, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർക്കാം. സവാള ചേർത്തതിന് ശേഷം അത് വേവാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഈ അടച്ചു വെച്ച് വേവിച്ച ഇതിലേക്ക് നമുക്ക് അടുത്തതായി മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാം. ഇതും നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, 1 സ്പൂൺ ജീരകം, ആവശ്യത്തിന് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അതും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ച് വേവിച്ച മിക്സിയിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അരപ്പ് എല്ലായിടത്തും എത്തണം. ഇനി നമുക്ക് അടുത്തതായി വേവിച്ച് വെച്ചിരുന്ന മുട്ട പൊളിച്ചെടുക്കാം. ഇത് പൊളിച്ചതിന് ശേഷം ഒരു മുട്ട 4ആയി മുറിച്ചെടുക്കണം. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.